ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറായ തൊട്ട് മുമ്പ് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ആള് ഒരു നിമിഷത്തിൽ പെട്ടെന്ന് എതിർപക്ഷത്ത് പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു വികാരം മാത്രമാണ് ഈ 9 പേരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. ബിജെപിയുമായി നിങ്ങൾ കൂട്ടുചേരുന്നു എന്ന് കൃത്യമായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആ പക്ഷവുമായി ചേരാതിരിക്കാൻ വേണ്ടി ഒരിക്കലല്ല കോൺഗ്രസിന് മേയർ ഭരണം നഷ്ടമായത് MK വർഗീസ് എന്ന് പറയുന്ന വിമതൻ പറയുന്ന പോലെ തന്നെ, അതായത് അന്നും അദ്ദേഹത്തെ കുറച്ച് കോൺഗ്രസ് പിന്തുണച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹം നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ടാ. അന്ന് ഇവിടെ BJP അംഗങ്ങളുണ്ട്. അന്ന് വേണമെങ്കിൽ കോൺഗ്രസിന് ഈ പറഞ്ഞ BJP അംഗങ്ങളുടെ പിന്തുണ ചോദിച്ചിട്ട് ഇതേപോലെ വേണമെങ്കിൽ അധികാരം പിടിക്കാലോ. അന്ന് BJP അംഗങ്ങൾ അത് പാർട്ടി കൃത്യമായ ഇടപെടലുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അങ്ങനെയാണെങ്കിൽ അത് ആ സംഭവിച്ചു പോയതിനോട് നിങ്ങൾക്ക് എന്ത് പശ്ചാത്താപം ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം? പശ്ചാത്താപമാണെങ്കിൽ പാർട്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തുമ്പോൾ ഇതുപോലെയല്ല, പാർട്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് ഈ കാര്യത്തിൽ. ഞങ്ങളുടെ ഒരു മണ്ഡലത്തിൽ CPM-ന് നിങ്ങൾക്കറിയാം, CPM-ന് ഏറ്റവും മൃഗീയമായ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് വലിയൊരു തകർച്ചയാണ്. ഞങ്ങൾ ഒരു മുന്നണിയായിട്ട് 5 സീറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ 10 സീറ്റാണ് നേടിയത്. ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അവിടെ ഒറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നില്ല. LDF-ന്റെ സീറ്റ് വെട്ടിപ്പിടിക്കുക. നിങ്ങൾക്കറിയോ, CPI-ക്ക് അവിടെ ഒരു സീറ്റ് പോലും ഇല്ല. CPI-യെ CPM വെട്ടിനിർത്തിയാ ചെയ്തത്. അപ്പൊ CPI-ക്ക് അവിടെ ഒറ്റ സീറ്റ് പോലും ഇല്ല. സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് CPI-യുടെ വലിയൊരു കേന്ദ്രമാണ് ഈ പറയുന്ന മറ്റത്തൂര്. അവിടെ CPI വെട്ടിനിർത്തി. ഈ പറയുന്ന ഇത്തരത്തിലുള്ള കുതിരക്കച്ചവടം നടത്തിയത്, ആദ്യ കുതിരക്കച്ചവടം നടത്തിയത് അവിടുത്തെ CPM തന്നെയാണ്. അത് ഇവിടെ നടന്നത് പാർട്ടി ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ നടപടി അപ്പം ഉണ്ടാവും. പാർട്ടി ഇടപെടൽ നടത്തും. കൃത്യമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാർട്ടി കൃത്യമായി ഇടപെടൽ നടത്തണം. കൃത്യമായി ഒരിക്കൽ കൂടി പറയുന്നു, ഇന്നലെ കൊടുത്ത വാർത്തകളിൽ ഒരാൾ പോലും ശ്രദ്ധിക്കുക, ഒരു വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ. കൃത്യമായിട്ടുള്ള പാർട്ടി ചെയ്യേണ്ടതല്ല. പാർട്ടി അത് തെറ്റായ പ്രചാരണം, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പോകാതെ മറ്റത്തൂരിൽ ഒരു പ്രവർത്തകൻ പോലും BJP പോയിട്ടില്ല. ഞങ്ങളൊക്കെ BJP മത്സരിച്ച് വിജയിച്ച ആൾക്കാരാണ്. പാർട്ടി അച്ചടക്ക നടപടിയെടുത്ത് മാറ്റി നിർത്തിയിരിക്കുക. അവരോടൊപ്പം പാർട്ടി വോട്ടിൽ ജയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇവരോടൊപ്പം വന്നിരിക്കുന്നതിന്റെ ഒരു സാഹചര്യം കാര്യം വിശദീകരിക്കാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോൾ ഒരു പാർട്ടിയുടെ നിലപാട് പാർട്ടി അത് കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി പാർട്ടിയോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇവർക്കെതിരെ നടത്തിയ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി അവിടുത്തെ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രവർത്തകരുടെ ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണ്, ഇവർക്കെതിരെ നടത്തിയ നടപടി പിൻവലിക്കണമെന്നും കാര്യഗൗരവത്തോടു കൂടി പാർട്ടി മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ നടത്തണം. പാർട്ടി ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് ഔസേപ്പ് ഇടപെടൽ എന്താണ്? അത് സ്പെസിഫിക് പാർട്ടിയിലല്ലേ പറയാം. പാർട്ടിയുടെ മാധ്യമങ്ങളോട് പറയാൻ പറ്റും. അതിലെ ഞങ്ങളുടെ നേതാക്കന്മാർ അവിടെ കൃത്യമായി, നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും സ്ഥലത്ത് ഒരേ സമയം ഒരേ തീരുമാനം, കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനത്തിൽ ഒരേ മനസ്സോടെ അംഗങ്ങൾ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനൊരു ജനപിന്തുണ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യങ്ങളും അറ്റ്ലീസ്റ്റ് മാധ്യമ പ്രവർത്തന പ്രസ്ഥാനം അല്ലെ, കോൺഗ്രസ് ആണുള്ള പ്രസ്ഥാനം. 5 പേരുണ്ടെങ്കിലും 5 അഭിപ്രായമുള്ള പ്രസ്ഥാനമായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇവിടെ ഒരേ മനസ്സോടെ എല്ലാവരും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഞാൻ ഇവിടെ പാർട്ടിയുടെ പ്രതിനിധി കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ നടപടി. അപ്പൊ ഞാൻ ആവശ്യപ്പെടുന്നത് കൃത്യമായി മറ്റത്തൂരിലെ കാര്യത്തിൽ പാർട്ടി ഇടപെടൽ നടത്തണം. അവിടെ ഒരാൾ പോലും BJP-യിൽ പോയിട്ടില്ല, ഒരാൾ പോലും BJP-യിലേക്ക് പോകില്ല. ഇന്ന് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്താ, മറ്റത്തൂരില് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ നടത്തിയ പ്രചരണം അത് പിൻവലിക്കണം. അവിടെ ഞങ്ങളുടെ ഒരാൾ പോലും പാർട്ടി ആദ്യം പഞ്ചായത്തിലെത്തിയ സമയത്ത് നിങ്ങൾ ഉൾപ്പെടുന്ന സംഘം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രതികരണത്തിന് ശ്രമിച്ച സമയത്ത് നിങ്ങളാണ് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞത്. അത് കൃത്യമായിട്ട് നിങ്ങൾ തിരുത്തണം. ഞാൻ അത് പറയാതെ വിട്ടുപോയതാണ്.
ഈ വാർത്താ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു മാധ്യമങ്ങൾ നിങ്ങളുടെ പ്രതികരണം എടുക്കാൻ തയ്യാറായില്ല, നിങ്ങളുടെ വശം പറയാൻ തയ്യാറായില്ല. നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായത് എങ്ങനെയാണ്?